PSCT റാങ്ക് ലിസ്റ്റ് കടലിൽ ഒഴുക്കി ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. AK അഭിലാഷ് വിവരങ്ങളുമായി. അഭിലാഷ്, ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധമാണ്, റാങ്ക് ലിസ്റ്റ് കടലിൽ ഒഴുക്കിയുള്ള പ്രതിഷേധം. AK അഭിലാഷ് വിവരങ്ങൾ. അഭിലാഷ്, ഇപ്പോൾ PSC റാങ്ക് ലിസ്റ്റിൽ പെട്ടവരാണോ ഇപ്പോൾ കടലിൽ റാങ്ക് ലിസ്റ്റ് പട്ടിക ഒഴുക്കിക്കൊണ്ടുള്ള പ്രതിഷേധം നടത്തുന്നത്? ജോലി ലഭിക്കാതെ നിരവധി പേർ റാങ്ക് ലിസ്റ്റിൽ പെട്ടവർ തലസ്ഥാനത്ത് പ്രതിഷേധ സമരം നടത്തിയിരുന്നു. ഇപ്പോൾ കടലിൽ ഒഴുക്കിയുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് നടക്കുന്നത്. എത്ര പേരുടെ പ്രതിഷേധത്തിൽ? സ്മൃതി, ഏതാണ്ട് 70ഓളം പേരാണ് ഇവിടെ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. LPSTA റാങ്ക് ലിസ്റ്റിന്റെ 9 മാസമാണ് അപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നിയമനം പോലും 8 ജില്ലകളിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ പ്രതീകാത്മകമായി ഈ റാങ്ക് ലിസ്റ്റ് കടലിൽ ഒഴുക്കിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഏതാണ്ട് 9 മാസമായിട്ടുള്ളൂ, എന്താണ് നിങ്ങൾ പറയാം? 9 മാസമായി ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ഇതിന് പുറകെ നടക്കുന്നു. പക്ഷെ ഒരു നിയമനം പോലും ഞങ്ങൾ ഒത്തിരി പഠിച്ച് കഷ്ടപ്പെട്ട് നേടിയതാണ്. 1ാം റാങ്ക് ലഭിച്ച ആളുകൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. റാങ്ക് ലഭിച്ച ആളുകൾക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല. 1200 പേരോളം ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുണ്ട്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ്. ഇലക്ഷന് മുന്നും നിയമനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഇലക്ഷന് മുമ്പ് നിയമനം നൽകണമെന്നാണ് ആവശ്യം. എന്താണ് നിങ്ങൾക്ക് പറയുന്നത്? അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 9 മാസത്തോളമായി. ഇതുവരെ 1ാം റാങ്കും 3ാം റാങ്കും അടക്കം പുറത്താണ് നിൽക്കുന്നത്. 15 DA മൊത്തം 15 ആൾക്കാർ ഞങ്ങളുടെ ലിസ്റ്റിൽ തന്നെ പുറത്താണ് നിൽക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ലിസ്റ്റിലുള്ള പാട്ടുകൾ വന്നതും ചെറിയൊരു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ അവരെയും കൂടി നിയമനം കഴിഞ്ഞിട്ടേ ഞങ്ങൾക്കൊരു പുതിയൊരു നിയമനം ലഭിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 9 മാസമായിട്ടുള്ളൂ. ഈ സമരം വളരെ നേരത്തെ വളരെ നേരത്തായിപ്പോൾ എന്താ ഇലക്ഷൻ്റെ മുന്നിലുള്ള ഒരു സമയത്ത് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിൽ വന്നത്. അപ്പോൾ അതിങ്ങനെ 1-2 പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുന്നത് നമുക്ക് സഹിക്കുന്നില്ല. കാരണം ഞങ്ങളൊക്കെ കുടുംബത്തിൻ്റെ ആശ്രിതരായ ആൾക്കാരാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 9 മാസമായിട്ടേ ഉള്ളൂ റാങ്ക് ലിസ്റ്റ് വന്നിട്ടെങ്കിൽ പോലും ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം ആളുകൾക്ക് നിയമനം ലഭിക്കുമെന്നതാണ് ഇവരെ ആശങ്കപ്പെടുന്ന കാര്യം. തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ നിയമനം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ റാങ്ക് ലിസ്റ്റ് തന്നെ കടലിൽ എറിഞ്ഞുകൊണ്ട് ഇവർ പ്രതിഷേധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സർക്കാരിന്റെ തലത്തിൽ സർക്കാർ ഭാഗത്തു നിന്ന് തങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവണമെന്നാണ് ഇവിടെ ആവശ്യം. ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ റാങ്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകില്ല. ഇപ്പോൾ 9 മാസമായി ലിസ്റ്റുമായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. 1ാം റാങ്ക് മുതലുള്ളവരുണ്ട് എന്നുള്ളതാണ്. LPST റാങ്ക് ലിസ്റ്റ് കടലിൽ ഒഴുക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. കോഴിക്കോട് നിന്നാണ് ഈ കാഴ്ച.